ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ശരത്തിന് ഇട്ട് നല്ലോണം പെരുമാറിയതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നിട്ട് രേവതി പറയും നിനക്ക് ജ്യൂസ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് മഹേഷും, അതായത് ടാക്സി സ്റ്റാൻഡിലാണ് കാണിക്കുന്നത്. മഹേഷും ബാക്കി ഫ്രണ്ട്സും സച്ചിയൊക്കെ ഉണ്ട്. സച്ചി കുറച്ച് ദൂരെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. മഹേഷിനോട് മറ്റ് ബാക്കി ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇവൻ എന്തിനാ ഈ പണി കാണിച്ചത്, ആൻ്റണിയെ അറിയില്ലേ, ആൻ്റണിയുടെ അടുത്ത് നിന്ന് നമ്മളെല്ലാവരും പൈസ വാങ്ങിച്ചിട്ടുണ്ട്, നീ എന്നോട് കൃത്യസമയത്തിന് നീ കൊടുക്കേണ്ടതല്ലേ, നീ കൊടുക്കേണ്ടതല്ലേ കഴിഞ്ഞ പ്രാവശ്യം ചിട്ടി പിടിച്ചത്, അത് സച്ചിക്ക് ആവശ്യം വന്നപ്പോൾ നീ അത് വേണ്ടാന്ന് വെച്ചു, കൃത്യമായി പൈസ കൊടുക്കണ്ടേന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആൻ്റണി പോട്ടെ, അവൻ്റെ പോട്ടെ, മഹേഷ് പറയുന്നുണ്ട് ആൻ്റണി പോട്ടെ, എനിക്കതൊന്നുമല്ല, ആ പാവം ശരത്തിൻ്റെ ഒരു തെറ്റും ചെയ്യാത്ത ആ പാവം പയ്യൻ്റെ മേലെ എന്തിനു കൈ വെച്ചത്, അതാണ് പ്രശ്നമാകാൻ പോകുന്നത്, ആൻ്റണീൻ്റെ പ്രശ്നമൊന്നുമല്ല എന്നിങ്ങനെ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സച്ചിയോട് മഹേഷ് വന്നിട്ട് ചോദിക്കും നീ എന്തിനാ ശരത്തിൻ്റെ മേലെ എന്തിനാ കൈ വെച്ചത്, അവൻ്റെ ആ പാവൻ ചെക്കൻ്റെ കൈ ഓടിച്ചില്ല, ഒന്നുമില്ലെങ്കിൽ നിൻ്റെ ഭാര്യൻ്റെ അനിയനല്ലടാ, നീ ഇങ്ങനെ ചെയ്യാവോ, എന്തായാലും നീ ക്ഷമിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മഹേഷ് പറയും. അപ്പോൾ സച്ചി ദേഷ്യം വിളിച്ചിട്ട് നീ എന്താണിട്ടാ പറയുന്നത്, അവൻ അതുമാത്രം കിട്ടപ്പോരോ, അവൻ്റെ ഒരു കൈയല്ല 2 കൈ ഓടിക്കണമായിരുന്നു, അവൻ ചെയ്തത് എന്താണെന്നറിയുമോ എന്നിങ്ങനെ ചോദിച്ചിട്ട് സച്ചി സ്റ്റക്കാവും. എന്താ വെച്ചാൽ ബാക്കി എല്ലാവരും അവനെ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നിട്ട് മഹേഷ് അവരോട് പറഞ്ഞു സച്ചി നല്ല ദേഷ്യത്തിലാണ്, ഇവനിപ്പോൾ നല്ല ദേഷ്യത്തിലാണ്, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോകും. പിന്നെ മഹേഷ് ചോദിക്കും അവനെന്തോ ചെയ്തിട്ടെന്ന് മനസ്സിലായി, എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറയും. അപ്പോൾ സച്ചി പറയും അവൻ ചെയ്തത് ഞാൻ പറയല്ല, നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ മൊത്തം കാണിച്ചു കൊടുക്കും. അപ്പോൾ നീയല്ലേ പറഞ്ഞത് ഇവൻ പാവമാണെന്നൊക്കെ, ഇപ്പം എന്തായി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മഹേഷ് പറയും എടാ ഇവൻ ഭയങ്കരനാണല്ലോ, ഇവൻ ആൻ്റണിയുടെ ആ ഒരു ഇനത്തിൽ തന്നെ പെട്ടിട്ടാണല്ലോ ഉള്ളത്, ഈ സംഭവം നടന്നിട്ട് കുറേ ആയില്ലേ, ഇപ്പം നിനക്ക് എവിടെ നിന്ന് ഈ വീഡിയോ കിട്ടുന്നൊക്കെ മഹേഷ് ചോദിക്കും കേട്ടോ. അപ്പോൾ സച്ചി പറയും ഇത് ഫോട്ടോഗ്രാഫർ, അതായത് കലേഷിൻ്റെ സ്റ്റുഡിയോൻ്റെ മുന്നിലും ബാക്കിലുള്ള CCTV കിട്ടിയതാണ് എന്നിങ്ങനെ പറയും. അപ്പോൾ അത് പിന്നെ അച്ഛമ്മയുടെ വീട്ടിൽ നിന്ന് എടുത്ത ഫാമിലി ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുത്തപ്പോൾ അവൻ എൻ്റെ അമ്മയെ കണ്ടിട്ട് എന്തോ ഒരു പരിചയം തോന്നി, മനസ്സിലായി, അപ്പോഴാണ് ഈ വീഡിയോ എനിക്ക് അവൻ അയച്ചു തന്നത്, ഇത് വലിയൊരു സീനാവും, ഇത് നിനക്ക് വീട്ടുകാരോടും അവൻ്റെ രേവതിയുടെ വീട്ടുകാരോടും രേവതിയോടൊക്കെ ഇത് നിനക്ക് പറയായിരുന്നില്ലേ, ഇത് വലിയ പ്രശ്നമാവും, നിൻ്റെ മേത്തെ കുറ്റം വരുള്ളൂ, അവൻ ചിലപ്പം നീ അടിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് നിനക്ക് ആദ്യമേ തന്നെ ഇത് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും ഞാൻ തുറന്ന് പറയാൻ തന്നെയാണ് വീട്ടിൽ പോയത്, പക്ഷേങ്കിൽ അവൻ്റെ അമ്മക്കും ദേവുവിനും ഇതൊക്കെ അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, രേവതിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊട്ടും അവർക്ക് സഹിക്കാൻ പറ്റില്ല, പറയാൻ വേണ്ടി പോയപ്പോൾ അമ്മയ്ക്കും ദേവുവിനൊക്കെ ഇവന് ഭയങ്കര വിശ്വാസമാണ്, പാവങ്ങൾ അവനിൽ ഭയങ്കര പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്, അങ്ങനെയുള്ള വാക്കുകൾ എനിക്ക് അവിടെ നിന്ന് ഞാനത് കേട്ടത്, അവന് ഭയങ്കര വിശ്വസിച്ചിരിക്കുകയാണ്, ഭയങ്കര എന്താ പറയുക ആഗ്രഹിച്ചിരിക്കുകയാണ്, ഇവനിൽ ഭയങ്കര പ്രതീക്ഷയുണ്ട് അവർക്ക്, അവൻ കോളേജിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഭയങ്കര പറ്റിച്ചിരിക്കുകയാണ്, പക്ഷേ ഇതാണ് അവസ്ഥ എന്നുള്ളത് അവർക്ക് അറിയില്ല. എനിക്കെന്തോ പറയാൻ തോന്നിയില്ല, അവരുടെ ആ ഒരു വർത്തമാനങ്ങൾ കേട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയില്ല, രേവതിക്കും ഇത് ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ മഹേശ്വരി നീ രേവതിയോടെങ്കിലും ഇത് പറയണം, ഇത് കാണിക്കണം, അല്ലെങ്കിൽ നീ ഭയങ്കര പ്രശ്നമാവും, നീ ഇത് കാണിക്കുക എന്നിങ്ങനെ പറയും. എന്നിട്ട് പറയും അവൻ കോളേജിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആദ്യം അവൻ്റെ കോളേജിൽ പിന്നെ ഞാൻ അവൻ്റെ കോളേജിൽ പോയി വരട്ടി നന്നാക്കണം എന്നിങ്ങനെ മഹേഷ് പറയും, അവനെ ഒന്ന് നന്നാക്കണം, അവനെ നന്നാക്കാൻ വേണ്ടി തന്നെ അവനൊന്ന് ഉപദേശിക്കാൻ വേണ്ടി അവൻ്റെ വീട്ടിൽ പോയത്, പക്ഷേങ്കിൽ അവൻ്റെ വീട്ടിൽ ഇല്ല. പിന്നെ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് അവരോട് പറയാനും തോന്നിയില്ല. പിന്നെ അവൻ്റെ കോളേജിൽ പോയപ്പോൾ വല്ലപ്പോഴേ ഇവൻ കോളേജിൽ പോകാറുള്ളൂ എന്ന് അവൻ്റെ കൂട്ടുകാർ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ അവരോട് പറയാം എന്നൊക്കെ ചോദിച്ചു. പിന്നെയാണ് ഇവിടെ വെച്ച് കണ്ടത്, അപ്പോൾ ആൻ്റണിയെ തല്ലിയത് നിന്നെ തല്ലിയതുകൊണ്ടാണ്, പക്ഷേങ്കിൽ ശരത്തിന് ഇതുകൊണ്ടാണ് തല്ലിയെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് ഇത് രേവതിയോട് നീ പറയണം എന്നിങ്ങനെ മഹേഷ് പറയും. പക്ഷേങ്കിൽ സച്ചി പറയും വേണ്ട, ഇത് നമ്മൾ രണ്ടാൾ മാത്രം അറിഞ്ഞാൽ മതി, രേവതിയുടെ വീട്ടുകാരോ ആരും അറിയണ്ട, അമ്മയ്ക്ക് അല്ലെങ്കിലേ രേവതിയെ എന്താ പറയുക ശനിയാണ് മുന്നിൽ കാണുന്നത്, ഇനി ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അവൻ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് വേണ്ട, ഇത് ആരും അറിയണ്ട എന്നിങ്ങനെ പറയണം. എന്നിട്ട് ഇത് ഞാൻ മറ്റേ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫറോട്
ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ലാപ്പിൽ നിന്ന് അവൻ ഡിലീറ്റ് ചെയ്യും, കമ്പ്യൂട്ടറിൽ നിന്ന് അവൻ ഡിലീറ്റ് ചെയ്യും. എൻ്റെ ഫോണിലും വേണ്ട, ഫോണിൽ നിൽക്കുന്ന സേഫ് അല്ല, ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പോകുമ്പം മഹേഷ് പറയും, നീ എന്ത് മണ്ടത്തരേ കാണിക്കുന്നത്, ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ ആൻ്റണിയും പിന്നെ ശരത്തും കൂടെ ഇതൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു തെളിവ് വേണ്ടടാ നിനക്ക്, ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി ഒരു തെളിവ് വേണ്ടേ, നീ ഇത് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ അവനിലൊരു പേടി വേണം, നിൻ്റെ കയ്യിൽ ഇത് ഉണ്ടെന്ന് അറിയുമ്പം അവനൊരു പേടി ഉണ്ടാവും. പിന്നെ ഇനി ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇനി പോകാൻ പാടില്ല, അതുകൊണ്ട് നിൻ്റെ ഫോണിൽ ഈ സീൻ എന്തായാലും വേണം, നീ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി അത് ശരിയാണ്, അവനിലൊരു പേടി വേണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യില്ല. അങ്ങനെ അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് രേവതി ജ്യൂസുമായിട്ട് വരുമ്പോഴത്തേക്കും അവിടെ ദേവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്മയും ശരത്തും കൊണ്ട് ഡോക്ടർ എക്സ്റേ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. അത് നമ്മുടെ രേവതി വന്നിട്ട് ചോദിക്കും, ദേവോ അത് പറയുകയും ചെയ്യും എക്സ്റേ എടുക്കാൻ പോയെന്നുള്ള കാര്യം. എന്നിട്ട് പിന്നെ നീ പിടിക്ക്, അവൻ വന്ന് കൊടുത്തേക്ക്, സച്ചിയേട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് മാറി നിൽക്കും. എന്നിട്ട് സച്ചിയെ വിളിക്കും. സച്ചി ആ സമയത്ത് ഡ്രൈവിങ്ങിലാണ് ഉണ്ടാവുക, പക്ഷേ ട്രിപ്പൊന്നുമല്ല. എന്നിട്ട് രേവതി വിളിച്ചിട്ട് ഇങ്ങനെ, സച്ചിയേട്ടാ, അവൾ അറിഞ്ഞിട്ടില്ല കാര്യങ്ങളൊന്നും, നമ്മുടെ ശരത്ത് ബൈക്കിൽ നിന്ന് വീണതാണെന്നല്ലേ പറഞ്ഞത്, സംഭവം സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് സച്ചി ഇങ്ങനെ വിളിക്കും, അമ്മയുടെ അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് ഉള്ളത് എന്ന് പറയും. അപ്പോൾ സച്ചിക്ക് ആദ്യം മനസ്സിലാവില്ല, നീ ഹോസ്പിറ്റലിൽ എന്താ, എനിക്കെന്താ പറ്റിയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്കല്ല, ശരത്തിനാണെന്ന് പറയും. ശരത്ത് ബൈക്കിൽ നിന്ന് വീണ് കൈ അനക്കാൻ പറ്റുന്നില്ല, എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്, സച്ചിയാണ് എത്രയും പെട്ടെന്ന് വരണം എന്ന് പറയും. അത് കേട്ടപ്പോൾ തന്നെ സച്ചിക്ക് ദേഷ്യം പിടിക്കും. സച്ചി പറയും, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ട്രിപ്പ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ രേവതി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുള്ള രീതിയിൽ അവൾ ചിന്തിക്കും. എന്നിട്ട് സച്ചിയേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നമ്മുടെ എൻ്റെ അനിയനല്ലേ പറ്റിയത്, എന്തൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, ഇത് ദൂരെയുള്ള ട്രിപ്പാണ്, കുറച്ച് കയ്യിൽ കുറച്ച് കാശ് വരുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറഞ്ഞിട്ട് ദേഷ്യത്തോടെ തന്നെ കുറച്ചൊരു റൂഡായിട്ട് തന്നെ പെരുമാറും. ഭയങ്കര ദേഷ്യമല്ല, എന്നാലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലത്തെ ഒരു വർത്തമാനം അവൻ പറയും. എനിക്ക് വരാൻ പറ്റില്ല എന്നിങ്ങനെ പറയും. ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ, ഞാൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൈയൊന്നും നേരെയാക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ രേവതിക്ക് എന്തോ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഒന്ന് മനസ്സിലായി. ബാക്കിയുള്ളവരാണെങ്കിൽ വേഗം ഓടിച്ചൊന്ന് പോകുമല്ലോ, ഇതെൻ്റെ അനിയനല്ലേ, സ്വന്തം അനിയനല്ലേ, എൻ്റെ വീട്ടുകാരോട് മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയേട്ടൻ വാ ഒന്ന് വന്നാലെന്താ, ഏത് ട്രിപ്പാണെങ്കിലും ക്യാൻസലാക്കി വരേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പറയും. ഇപ്പുറത്തുനിന്ന് സച്ചിയും വിട്ടു കൊടുക്കില്ല, എനിക്ക് വരാൻ പറ്റില്ല എന്നിങ്ങനെ പറയാണ്. ട്രിപ്പ് പോയിട്ട് വേഗം വാന്ന് രേവതി പറയും. അപ്പോൾ സച്ചി ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല, നീ എവിടെ നിന്നോ, ഞാൻ വരില്ല എന്നിങ്ങനെ പറയാം, ഞാൻ വന്നിട്ടൊന്നും ചെയ്യാനില്ല, ഞാൻ വരില്ല എന്ന് തന്നെ സച്ചി തീർത്ത് പറയും. അപ്പോൾ രേവതിക്ക് അത് കേട്ടപ്പോൾ എന്തോ പോലെ, പക്ഷേ ഫോൺ കട്ട് ചെയ്ത് എന്നിട്ട് ഇങ്ങോട്ടേക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമ്മുടെ ശരത്തിനെ അവിടെ അഡ്മിറ്റ് ചെയ്യും. എന്നിട്ട് ജ്യൂസ് കൊടുക്കുന്നുണ്ട് അവൻ ദേവു. അപ്പോൾ അവിടെയാണ് നമ്മുടെ രേവതി വരും. എന്നിട്ട് അമ്മ ചോദിക്കും, സച്ചി വിളിച്ചോ, സച്ചി വരും എന്ന് പറഞ്ഞോ, ഇങ്ങോട്ടേക്ക് തിരിച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി പറയും, ഇല്ല സച്ചിയേട്ടൻ വരില്ല എന്ന് പറയും. അതെന്താ വരാത്തെന്ന് ചോദിക്കും. എന്നിട്ട് ട്രിപ്പിലാണെന്ന് പറയും. അപ്പോൾ ദേവ് പറയും, എന്ത് ട്രിപ്പിലാണെങ്കിലും ഇത് കേട്ട ഉടനെ തന്നെ ക്യാൻസലാക്കിയിട്ട് വരേണ്ടതാണല്ലോ സച്ചിയേട്ടൻ, എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ദേവ് പറയും, രേവതി പറയും, അത് പിന്നെ കുറച്ച് കയ്യിൽ കാശ് വരുന്നൊരു ട്രിപ്പാണ്, ദൂരെ ഉള്ള ട്രിപ്പാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് ശരത്ത് ഇങ്ങനെ വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ നീ എന്താ ഉദ്ദേശിച്ചത് ഇങ്ങനെ രേവതി ചോദിക്കും. അല്ല, ഞാൻ ബൈക്കിൽ നിന്ന് വീണതാന്ന് പറഞ്ഞപ്പോൾ എന്നെ ചീത്ത വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും, ഒന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് അമ്മ പറയും, സച്ചി ട്രിപ്പ് മുടക്കിയിട്ട് വരുമൊന്നും വേണ്ട, ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയും. എന്നാൽ എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഉള്ളിലൊരിതുണ്ട്. എന്നിട്ട് രേവതി പറയും, ഇവൾ വിളിച്ച വെപ്രാളത്തിൽ ഞാൻ പൂക്കട അടക്കാതെ വന്നത്, പൂക്കട അടച്ചിട്ട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വരാമെന്ന് പറയും. അപ്പോൾ അമ്മ പറയും, കഴിക്കാനൊന്നും എടുക്കണ്ട, നീ പൂക്കട അടച്ചിട്ട് വന്നിങ്ങനെ പറയും. എന്നിട്ട് പൂക്കട അടക്കാൻ വേണ്ടിയിട്ട് രേവതി പോവും. അങ്ങനെ രേവതി പൂക്കടയൊക്കെ അടച്ചിട്ട് വീട്ടിലേക്ക് നേരെ പോവും. അവിടെ എല്ലാവരും ഇരുന്ന് കോഫി കുടിക്കുന്നുണ്ടാവും. ശ്രീകാന്തും വർഷയും കോഫി കുടിക്കുന്നുണ്ടാവില്ല, സച്ചി ഉണ്ടാവില്ല, ബാക്കി എല്ലാവരും കോഫി കുടിക്കുന്നുണ്ടാവും. എന്നിട്ട് എത്തിയപ്പോൾ തന്നെ അച്ഛൻ ചോദിക്കും, എന്ത് കാര്യങ്ങൾ എന്തായി എന്നൊക്കെ ചോദിക്കും, എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഇവൾ പറയും, നമ്മുടെ രേവതി പറയും, കൈക്ക് വേദനയുണ്ട്, അനക്കാൻ പറ്റുന്നില്ല, ബൈക്കിൽ നിന്ന് വീണതാ എന്നൊക്കെ പറയും. ഡോക്ടർ നോക്കിയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഡോക്ടർ നോക്കിയില്ല, എക്സ്റേ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയും, അഡ്മിറ്റ് ആക്കി എന്നൊക്കെ പറയും. എന്നിട്ട് അപ്പോൾ ഇവന് സ്വന്തമായിട്ട് ബൈക്കൊക്കെ ഉണ്ടോയെന്ന് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി ചോദിക്കും. അപ്പോൾ നമ്മുടെ സുധി പറയും, ഫ്രണ്ടിൻ്റെ ബൈക്ക് എടുത്തതാണെന്ന് പറയും നമ്മുടെ രേവതി. അപ്പോൾ നമ്മുടെ സുധി പറയും, ഫ്രണ്ടിൻ്റെ ബൈക്കാണോ അതോ മോഷ്ടിച്ച ബൈക്കാണോ എന്നിങ്ങനെ ഇങ്ങനെ മെല്ലനെ പറയും. അപ്പോൾ രവി അച്ഛൻ പറയും, സുധി നീ മിണ്ടാണ്ടിക്ക് എന്നിങ്ങനെ പറയും. അമ്മയ്ക്ക് പകരം നീ തുടങ്ങിയെന്ന് ചോദിക്കും. അങ്ങനെ കുറച്ച് കുശലാന്വേഷണങ്ങൾ ഇങ്ങനത്തെയൊക്കെ ചോദിച്ചതിന് ശേഷം ശ്രീകാന്തും വർഷയും വരും. എന്നിട്ട് എന്തായാലും ചോദിക്കും. അപ്പോൾ വീണ്ടും തന്നെ പറയും. അപ്പോഴാണ് സച്ചി അതിലൂടെ വരിക. എന്നിട്ട് മേലെ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ രേവതി സച്ചിയെ കണ്ടപ്പോൾ തന്നെ, സച്ചി അവളവിടെ വരുന്നു പ്രതീക്ഷിച്ചില്ല.
എന്നിട്ട് രേവതി ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടും. രേവതിക്ക് ഭയങ്കര ദേഷ്യം, എല്ലാവരും മുന്നേ തന്നെ ഇവരിൽ ചോദിക്കാൻ നിൽക്കും. സച്ചിയേട്ടൻ എന്താ ഹോസ്പിറ്റലിൽ വരാൻ, ട്രിപ്പിലാണെന്നല്ലേ എന്നോട് പറഞ്ഞത്, എന്നിട്ട് എന്താ ഇവിടെ കാണുന്നത്, എന്താ ഹോസ്പിറ്റലിൽ വരാമെന്നൊക്കെ ചോദിക്കും. എന്നോട് എന്തിനാ കള്ളം പറഞ്ഞതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും കള്ളം പറഞ്ഞതല്ല, ട്രിപ്പിന് അത്രയും ദൂരം പോകേണ്ടി വന്നില്ല, വേഗം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു എന്ന് പറയും. അപ്പോൾ വേഗം കഴിഞ്ഞെങ്കിൽ ഹോസ്പിറ്റലിൽ വരായിരുന്നില്ലേന്ന് ചോദിക്കും. അപ്പോൾ ഇതെല്ലാവരും കേൾക്കുന്നുണ്ട്, ഇവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി. ഇവരിങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അച്ഛൻ ചോദിക്കും ഇപ്പോൾ നീ ഹോസ്പിറ്റലിൽ പോയില്ലേ, നീ ഹോസ്പിറ്റലിൽ പോയി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്നത്, നീയാണെങ്കിൽ മേലെ പോവുകയും ചെയ്തു, എനിക്കൊന്നും ചോദിക്കാനും പറ്റിയില്ല എന്നൊക്കെ പറയും. എന്നിട്ട് രേവതി ഇങ്ങനെ കുത്തി ചോദിക്കും എന്തേ വരാഞ്ഞത്. അപ്പോൾ സച്ചി പറയും അത് പിന്നെ എനിക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് ജോലി ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. ഒരു ജോലിയില്ല, കള്ളം പറയുന്നതെന്നൊക്കെ ഇങ്ങനെ രേവതി പറയും. എന്തേ വരാഞ്ഞെന്നിങ്ങനെ ചോദിക്കും. നീ എന്തിനാ ഒച്ച എടുക്കുന്നതെന്നിങ്ങനെ ചോദിക്കും. ഞാൻ പറഞ്ഞതിനുള്ള ഇത് പറയാം, എന്തിനാ എന്നോട് കള്ളം പറയുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും ഞാൻ വന്നിട്ട് എന്തിനാ, ഞാൻ ഡോക്ടറൊന്നുമല്ലല്ലോ, ഞാൻ വന്നതിന് എൻ്റെ കൈ ശരിയാവുന്നില്ലല്ലോ, അവനത് കിട്ടിയാൽ പോരാ, അവൻ അതിലും കൂടുതൽ കിട്ടേണ്ടതാ, അവൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിങ്ങനെ പറയും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും എന്തെല്ലോ ഒരു വന്തികേട് തോന്നും. എന്നിട്ട് അച്ഛൻ ചോദിക്കും നീ എന്താ നിർത്തിക്കളഞ്ഞ് പറയടാ, അവൻ എന്താ ചെയ്തതെന്ന് പറ. അപ്പോൾ എന്നിട്ട് പറയും അവൻ ഇവരൊക്കെ പറ്റിക്കുക അച്ഛൻ, അവൻ കോളേജിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കോളേജിലൊന്നും പോകുന്നില്ല, കറങ്ങി നടക്കുകയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ, പക്ഷേങ്കിൽ ഇവർക്ക് അതൊന്നും അറിയില്ല, അവൻ പറ്റിക്കുകയാണ്, അവൻ്റെ കയ്യിലിരിപ്പോണ്ട് ഇതൊന്നും കിട്ടിയാൽ പോരാന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ രേവതി അതിന് പറയും, എതിരായിട്ട് പറയും, അവൻ അങ്ങനെയൊന്നല്ല, പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നല്ല, അവൻ പഠിക്കുന്നുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്, നല്ലോണം പഠിക്കുന്നുണ്ട്, പാർട്ട് ടൈം ജോലിക്കും പോകുന്നുണ്ടെന്ന് പറയും. അപ്പോൾ സച്ചി ഇങ്ങനെ എന്ത് ജോലിയാണ് എന്നിങ്ങനെ ദേഷ്യം പിടിച്ച് പറയുമ്പോഴത്തേക്ക് അവൻ എല്ലാവരെയും ചുറ്റിലും അവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കും. എന്നിട്ട് അത് നിർത്തും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. താങ്ക് യു സോ മച്ച്.